അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻ കോൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫംഗ്ഷൻ 2 ടൈപ്പ് ഫംഗ്ഷൻസ് ആണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസും. അപ്പോൾ കോൾ ബൈ റെഫറൻസിൽ എന്താണ്? ദ അഡ്രസ് ഓഫ് എ വേരിയബിൾ ഈസ് പാസ്ഡ് ഡയറക്ട്ലി മോഡിഫൈ ദി ഒറിജിനൽ വേരിയബിൾ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നുള്ളത് ഞാനൊരു സ്വാപ്പ് പ്രോഗ്രാം, ഒരു 2 ഇൻറ്റീജർ ഒന്ന് സ്വാപ്പ് ചെയ്യാനുള്ള പ്രോഗ്രാം വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് ഫംഗ്ഷൻസ് ഇതാണെന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ സ്വാപ്പ് ചെയ്യാനുള്ള പ്രോഗ്രാം എഴുതുള്ളത്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രിന്റ് യൂസ് ചെയ്തുള്ള എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഓരോ വേരിയബിളും ഇത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഏത് നമ്പർ പ്രിന്റ് കൊടുത്തിട്ടുള്ളതെന്ന് അറിയാനും ഇത് അതിന്റെ അഡ്രസ്സുകളാണ് പ്രിന്റ് ചെയ്യണത്. ഇത് ആഫ്റ്റർ സ്വാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതിന്റെ വാല്യൂസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വാല്യൂസ് നമുക്ക് ഒന്നുകൂടി പ്രിന്റ് ചെയ്യാം. ഓക്കെ, ആഫ്റ്റർ സ്വാപ്പ് എന്തെങ്കിലും നടന്നു എന്നുള്ള ചേഞ്ച്. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ കോൾ ബൈ വാല്യൂ മെത്തേഡ് ആണ്. ഇത് കോൾ ബൈ വാല്യൂ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോട്ട് pb. ഓക്കെ, സെയിം നമ്പർ കൊടുക്കാൻ പറ്റില്ല, അതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എൻ്റർ ദി ടു നമ്പേഴ്സ്. ഞാനൊരു നമ്പർ കൊടുക്കാണ് 45. സോറി, ഒന്നുകൂടെ റൺ ചെയ്യാം. നമുക്ക് ആ നമ്പർ റോങ് ആയി. ഓക്കെ, അപ്പൊ വാല്യൂസ് എന്ന് പറഞ്ഞാൽ A 45 B 21 എന്നുള്ളത് കിട്ടി. അതിന്റെ അഡ്രസ്സുകളാണ് ഇത്, അഡ്രസ്സ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫംഗ്ഷന്റെ ഉള്ളിൽ വന്നപ്പോൾ ഉള്ള വാല്യൂസും A 45 B 21 ആണ്. പിന്നെ പറഞ്ഞാൽ നമ്മൾ ടെമ്പിലേക്ക് സ്റ്റോർ ചെയ്തു എയുടെ വാല്യൂ, ഒരു ടെമ്പററി വേരിയബിൾ അതിലേക്ക് സ്റ്റോർ ചെയ്തു. പിന്നെ എയിലേക്ക് എന്ന് പറഞ്ഞാൽ ബിയുടെ വാല്യൂ സ്റ്റോർ ചെയ്തു. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ബിയിലേക്ക് ടെമ്പിന്റെ വാല്യൂ സ്റ്റോർ ചെയ്തു. അപ്പൊ ഇപ്പൊ ബിയിലുള്ളതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടെമ്പിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്ന എയുടെ വാല്യൂ ആണ്. അപ്പൊ അത് എന്തായി? സ്വാപ്പായി. അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഓരോ വാല്യൂസ് ഞാൻ പ്രിന്റ് ചെയ്തു. എഫിന്റെ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാപ്പ് ചെയ്തു. ഏത് ഫംഗ്ഷന്റെ ഉള്ളിൽ വെച്ചിട്ട് സ്വാപ്പ് ചെയ്തു. എക്ക് 21 ബിക്ക് 45 ആയില്ലേ. അപ്പൊ അത് ഒന്ന് ഫംഗ്ഷന്റെ ഉള്ളിൽ സ്വാപ്പ് ചെയ്തു. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ്സുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ അഡ്രസ്സുകൾ ഡിഫറെന്റ് ആണ് ഹിയർ. ഫംഗ്ഷനുള്ളിലുള്ള അഡ്രസ്സും മെയിൻ ഫംഗ്ഷനുള്ളിലുള്ള അഡ്രസ്സും ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ ബൈ വാല്യൂ എന്നുള്ള മെത്തേഡാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താണ്? നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോപ്പി ഓഫ് വാല്യൂ ഇതാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ്? എ കോപ്പി ഓഫ് വാല്യൂസ് ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്, അല്ലാണ്ട് ഒറിജിനൽ അല്ല അഡ്രസ്. അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ എന്താണ്? അപ്പൊ ആഫ്റ്റർ സ്വാപ്പ് എന്താ? ആഫ്റ്റർ സ്വാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഇതിൽ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കണില്ല. നോക്കിയേ, A = 45 B = 21 തന്നെ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്തിനാണ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്? ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, എല്ലാത്തിനും വേണ്ടിയിട്ടാണ് ഒക്കെ നമ്മൾ പറഞ്ഞു. പിന്നീട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ മെയിൻ ഫംഗ്ഷന്റെ ഉള്ളിൽ നമുക്ക് റിഫ്ലക്ട് ചെയ്യാം, ആ ചേഞ്ചസ് റിഫ്ലക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വേസ്റ്റ് ആണ് ശരിക്കും, അല്ലെ? പക്ഷെ നമുക്ക് എന്ന് പറഞ്ഞാൽ അതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ അതിനുള്ള പോസിബിലിറ്റീസ് എന്താണ്? അതിനുള്ള മെത്തേഡാണ് കോൾ ബൈ റെഫറൻസ്. ആ കോൾ ബൈ റെഫറൻസിലാണ് എന്ത്? നമ്മൾ അഡ്രസ് പാസ് ചെയ്യും. അപ്പൊ അഡ്രസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? സെയിം അഡ്രസ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചേഞ്ചസ് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ വരുത്തുന്നത് എന്താ? റിഫ്ലക്ട് ചെയ്യും. ഡയറക്ട്ലി മോഡിഫൈ ദി ഒറിജിനൽ വേരിയബിൾ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇത് മാറ്റുന്നത്? നമുക്ക് പോയിന്റർ യൂസ് ചെയ്യണം. അച്ചീവ്ഡ് ബൈ യൂസിങ് പോയിന്റർ. അപ്പൊ പോയിന്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാൽ ആ പോയിന്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും ഇവിടെ ചേഞ്ച് വരിക? പോയിന്റർ ആണ് ഇവിടെ സ്റ്റാർ എന്ന് വരും, ഇവിടെ സ്റ്റാർ ബി എന്ന് വരും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും സ്റ്റാർ ആവും, ഇതും സ്റ്റാർ ആവും. ഓക്കെ, പിന്നെ വാല്യൂസ് പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്താ? ഇപ്പൊ ഈ എയിലും ബിയിലുള്ള വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ് ആണ്. അഡ്രസ് അല്ല നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്യുക. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ് ആയതുകൊണ്ട് നമുക്ക് അതിന്റെ അഡ്രസ്സിലുള്ള വാല്യൂ ഒന്ന് പ്രിന്റ് ചെയ്യണമെങ്കിൽ പോയിന്റർ ആക്കണം. അപ്പൊ സ്റ്റാർ ബി സ്റ്റാർ എ സ്റ്റാർ ബി എന്ന് കൊടുത്താലാണ് വാല്യൂ പ്രിന്റ് ചെയ്യുക. എ എന്ന് പറഞ്ഞപ്പോൾ ടെമ്പിലേക്ക് സ്റ്റോർ ചെയ്യുന്ന എന്താണ്? അഡ്രസ് ആണ്. അപ്പൊ സ്റ്റാർ എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ സ്റ്റോർ ചെയ്യും. വാല്യൂ സ്റ്റാർ എയിലേക്ക് സ്റ്റാർ ബിയുടെ വാല്യൂ, അതായത് ബിയുടെ അഡ്രസ്സിലുള്ള വാല്യൂ. സ്റ്റാർ ബിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പിന്റെ വാല്യൂ. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും എന്താന്നുള്ളത് ഇവിടെ പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ എന്താ ആംപർസെന്റ് കൊടുക്കണം? വേണ്ട, ജസ്റ്റ് എന്ന് പറഞ്ഞാൽ എയും ബിയും കൊടുത്താൽ മതി. കാരണം എന്താ? അഡ്രസ് ആണ്, അത് സ്റ്റോർ ചെയ്യണത് ഓൾറെഡി. ഇനി ഇവിടെ എന്തെങ്കിലും ചേഞ്ച് വരുത്തണം? ഇവിടെ ഒന്നും ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ല. കാരണം ഇവിടുന്ന് നമ്മൾ എന്താ ചേഞ്ച് വരുത്തേണ്ട ആവശ്യം? ആ കൂടി എന്ന് പറഞ്ഞാൽ സ്വാപ്പ് എന്നുണ്ട് അഡ്രസ് ആണ് പാസ് ചെയ്യുന്നത്. അപ്പൊ അഡ്രസ് നമ്മൾ പാസ് ചെയ്തിട്ട് ഇതിങ്ങനെ കൊടുക്കുക. അപ്പൊ ഇതിനേക്കാൾ മുന്നേ ആണെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം ഇത് 3C ആണ് അഡ്രസ് കിട്ടിയുള്ളത്. നമുക്ക് ഇവിടെ അഡ്രസ് കിട്ടിയുള്ളത് എന്താണ്? 416. ഓക്കെ, അപ്പൊ അഡ്രസ്സിൽ ഡിഫറൻറ്റ് ഉണ്ട് ഇല്ലേ? ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. നമുക്ക് റൺ ചെയ്യാം. ഓക്കെ, enter the two numbers 7845. എന്താ?
7845 ഇവിടെ എന്താ 45 എ എന്നുള്ളത് മാറി ആഫ്റ്റർ സ്വാപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്ക് ഒന്ന് റിഫ്ലക്റ്റ് ആയി ചേഞ്ചസ്. അഡ്രസ് കറക്റ്റ് സെയിം അഡ്രസ്സാണ്. അപ്പൊ ഈ സെയിം അഡ്രസ്സാണ് നമ്മൾ പാസ് ചെയ്തത്. അഡ്രസ്സ് പാസ് ചെയ്തുകൊണ്ട് എന്താണ് ഫംഗ്ഷന് യൂസ് ചെയ്യുന്ന അഡ്രസ്സും നമ്മുടെ മെയിൻ ഫംഗ്ഷനുള്ള അഡ്രസ്സ് എന്താണ് സെയിം ആണ്. വേരിയബിളിന്റെ അഡ്രസ്സുകൾ സെയിം ആണ്. അപ്പൊ ഇതിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നത്, ഇത് സെയിം അഡ്രസ്സാണ് പാസ് ചെയ്ത്, അതുകൊണ്ട് എന്താണ് നമുക്ക് സ്വാപ്പിംഗ് എന്നുള്ളത് കോൾ ബൈ റെഫറൻസ് മുഖേന ചെയ്യാൻ പറ്റി. അപ്പൊ എന്തുകൊണ്ടാണ്, അപ്പൊ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷനിൽ വേരിയബിൾസിന് എന്തെങ്കിലും ചേഞ്ചസ് വരുന്ന ഈ എക്കും ബിക്കും എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അതേ മെയിൻ ഫംഗ്ഷനിൽ ഏതാണോ എയും ബിയും അതിനും റിഫ്ലക്റ്റ് ആവും, അതേ ചേഞ്ചസ് റിഫ്ലക്റ്റ് ആവും. അപ്പൊ അതെങ്ങനെ നടക്കുന്നത്, കോൾ ബൈ റെഫറൻസ് മെത്തേഡ് വഴിയാണ്. ഓക്കെ, താങ്ക് യു. ഇതാണ് നമ്മളെ ഫംഗ്ഷനിലുള്ള പെൻഡിങ് ക്ലാസ്സസ്. ഓക്കെ, പെൻഡിങ് ആയിട്ട് ഉണ്ടാകുന്നത്. ബൈ. നമുക്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറേജ് ക്ലാസ്സസ് നോക്കാം. ഓക്കെ, ബൈ.